യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഡെയിലി ബ്ലെസ്സിങ് എന്ന അനുഗ്രഹീത ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ വചനങ്ങളെ പ്രാർത്ഥനയോടെ കേൾക്കുന്ന എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും ഓർക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലേക്ക് പകരട്ടെ. ഒരാളെ കണ്ടപ്പോൾ ആ വ്യക്തി സങ്കടത്തോടെ പറഞ്ഞൊരു കാര്യം, ഒത്തിരി സ്വപ്നങ്ങളോടും ഒത്തിരി ആഗ്രഹങ്ങളോടൊക്കെയാണ് ജീവിതം ആരംഭിച്ചത്. പക്ഷേ ഒന്നും ശരിയായില്ല, ഒന്നും നടന്നില്ല. പ്രതീക്ഷിച്ചതിൻ്റെ നേരെ വിപരീതമാണ് ഇപ്പോൾ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെയും ഒരുപാട് ആളുകളുണ്ട്. പ്രതീക്ഷിച്ചതൊന്ന്, ലഭിച്ചതോ തികച്ചും വ്യത്യസ്തമായ മറ്റൊന്ന്. ഒരുപക്ഷെ ഇങ്ങനെ വേദനിക്കുന്നവരുണ്ടാകാം. ദൈവവചനത്തിലൂടെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഓരോ ദൈവവചനത്തിലൂടെയുമാണ് ദൈവം ഓരോ ദിവസവും ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും ഇടപെടുന്നത്. ഇന്ന് കേൾക്കുന്ന വചനത്തിലൂടെ ദൈവം ഒരിക്കലും മറക്കാനാവാത്തൊരു അനുഗ്രഹം തന്ന് നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഇന്നൊരു അനുഗ്രഹത്തിൻ്റെ ദിവസമാകട്ടെ. ഇന്നൊരു ദൈവീക ഇടപെടൽ ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ കഴിയട്ടെ. ഓരോ ദിവസവും കേൾക്കുന്ന വചനത്തിലൂടെ ഞാൻ സത്യത്തിൽ അറിയുന്നത് ദൈവത്തിൻ്റെ കരുതലാണ്, ദൈവത്തിൻ്റെ കരുണയാണ്, ദൈവത്തിൻ്റെ സ്നേഹമാണ്. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി, കുടുംബങ്ങൾ, മാതാപിതാക്കൾ, യുവതീ-യുവാക്കൾ, കുഞ്ഞുങ്ങൾ, ഈ വചനം കേൾക്കുന്നവർ എല്ലാവരെയും ഓർത്ത് അനുഗ്രഹിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ വചനം നമുക്ക് ശ്രദ്ധയോടെ ഇന്ന് കേൾക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ. അവൻ നഗരകവാടത്തിനടുത്തെത്തിയപ്പോൾ മരിച്ചുപോയ ഒരുവനെ ചിലർ എടുത്തുകൊണ്ടുവരുന്നത് കണ്ടു. അത് ഒരു വിധവയുടെ ഏകപുത്രനായിരുന്നു. ഒരു വിലാപയാത്ര. ഒരാൾ മരിച്ചുപോയ ഒരാളെ എടുത്തുകൊണ്ടുവരുന്ന ഒരു വിലാപയാത്ര ഒരു സൈഡിലൂടെ കടന്നു പോകുന്നു. ഇപ്ര സൈഡിൽ ഈ പട്ടണത്തിലേക്ക് യേശുവും വലിയൊരു ജനക്കൂട്ടവും അങ്ങോട്ട് പോകുന്നു. അടുത്ത ഭാഗമാണ് 13-ാമത്തെ വാക്യം. അവളെ കണ്ട് മനസ്സലിഞ്ഞ് കർത്താവ് അവളോട് പറഞ്ഞു, കരയണ്ട, കരയണ്ട. ഇത് നായിമിലെ വിധവയോട് മാത്രമല്ല, ഇന്ന് സങ്കടഭാരത്തോടെ പലവിധ കാരണങ്ങളാൽ ദുഃഖിച്ചിരിക്കുന്ന ഓരോരുത്തരോടും ഇതേ യേശു നിങ്ങളോട് പറയുവാണ്, നിങ്ങൾ കരയണ്ട, നിങ്ങൾ വിഷമിക്കേണ്ട, പ്രയാസപ്പെടേണ്ട. എന്നാ പറ്റിയേ എന്നല്ല ചോദിച്ചത്, എന്തുവാ വിഷയം എന്നല്ല ചോദിച്ചത്. കരയണ്ട. മനസ്സലിഞ്ഞ് അവളോട് പറഞ്ഞു, കരയണ്ട. നിങ്ങൾ ഏത് കാര്യത്തിലൊക്കെയാണ് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, വിഷമിച്ചു കൊണ്ടിരിക്കുന്നത്? ചിലർ പറയാറുണ്ടൊന്ന് പ്രാർത്ഥിക്കാൻ പോലും എനിക്ക് പറ്റാത്തൊരവസ്ഥയാണ്, പ്രാർത്ഥിക്കാൻ പോലും കഴിയുന്നില്ലാത്തൊരു സാഹചര്യമായാലും ബൈബിൾ പറയുന്നുണ്ട്, ഹൃദയം നുറുങ്ങിയവർക്ക് ദൈവം സമീപസ്ഥനാണ്. ചിലപ്പോൾ ഒത്തിരി സങ്കടം വരുമ്പോൾ നമുക്ക് തോന്നും, എന്തിനാ പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥിക്കാൻ പോലും, ബൈബിൾ വായിക്കാൻ പോലും പറ്റാത്ത സമയങ്ങൾ വരും. നമുക്ക് ദേഷ്യം തോന്നും, മനസ്സുകൊണ്ടൊരു അസ്വസ്ഥത തോന്നും, പ്രാർത്ഥിക്കേണ്ടെന്നങ്ങ് തോന്നും. അങ്ങനെ ഒരു അവസ്ഥയിലാണെങ്കിൽ പോലും നിങ്ങളുടെ നുറുങ്ങിയ ഹൃദയത്തെ, വേദനിക്കുന്ന മനസ്സിനെ യേശു കാണുന്നുണ്ട്. യേശു പറഞ്ഞു, കരയണ്ട. അടുത്ത ഭാഗം, അവൻ മുന്നോട്ട് വന്ന് ശവമഞ്ചത്തിന്മേൽ തൊട്ടു. യേശു മുന്നോട്ട് വന്ന് ആ ശവമഞ്ചത്തിന്മേൽ കൈ നീട്ടി തൊട്ടു. നമ്മുടെയൊക്കെ ജീവിതങ്ങളെ യേശു തൊടുന്നു.
പ്രാർത്ഥിക്കുന്ന ഏത് വിഷയം, എന്തിനെ ഓർത്താ ഭാരപ്പെടുന്നത്, എന്തിനെ ഓർത്താ സങ്കടപ്പെട്ടത്, ആ സങ്കടപ്പെട്ട വിഷയത്തെ ദൈവം തൊടുന്നത് വിശ്വാസത്തിൽ കാണാം. ആ ശവമഞ്ചത്തിന്മേൽ യേശു തൊട്ടു. അങ്ങനെയെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളിലെ നിങ്ങളുടെ വീട്ടിലുള്ളവർ, സാഹചര്യങ്ങൾ, പ്രതികൂലമായ സാഹചര്യം, ഇന്ന് പ്രാർത്ഥിച്ച് കർത്താവേ, അങ്ങ് ആ ശവമഞ്ചത്തിന്മേൽ കൈ നീട്ടി തൊട്ടതുപോലെ എൻ്റെ ജീവിതത്തെ, എൻ്റെ കുടുംബത്തെ, മാനസാന്തരമില്ലാത്ത ആ വ്യക്തിയെ, രോഗിയായ ആ വ്യക്തിയെ, മനസ്സ് തകർന്നിരിക്കുന്ന ആ കുടുംബത്തെ കൈ നീട്ടി ഇന്ന് തൊടണമേ കർത്താവെ. ഇന്ന് പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ മനസ്സ് തകർന്നിരിക്കുന്ന എന്നെ, വചനം കേൾക്കാൻ പോലും താല്പര്യമില്ലാത്ത രീതിയിൽ മനസ്സ് ചതഞ്ഞിരിക്കുന്ന എന്നെ, ഒരു തരത്തിലും ഒന്ന് സന്തോഷിക്കാൻ പറ്റാത്ത, സമാധാനം അനുഭവിക്കാൻ കഴിയാത്ത എന്നെ കൈ നീട്ടി തൊടണമേ, എന്നെ കൈ നീട്ടി തൊടണമേ. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും, കുടുംബങ്ങളെയും അങ്ങ് കൈ നീട്ടി തൊടണമേ. ആ വ്യക്തിയെ, ആ രോഗക്കിടക്കയിൽ ഉള്ള ആ വ്യക്തിയെ, ആ വിഷമിച്ചിരിക്കുന്ന ആ വ്യക്തിയെ, ആ തലമുറയോർത്ത് ഭാരപ്പെടുന്ന ആ വ്യക്തിയെ കൈ നീട്ടി തൊടണമേ. യേശു കൈ നീട്ടി തൊട്ടു. അടുത്ത ഭാഗമാണ്, അത് വഹിച്ചിരുന്നവർ നിന്നു. അപ്പോൾ അവൻ പറഞ്ഞു, യുവാവേ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക. മരിച്ചവൻ ഉടനെ എഴുന്നേറ്റിരുന്നു. അവൻ സംസാരിക്കാൻ തുടങ്ങി. യേശു അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഞാൻ പ്രാധാന്യത്തോടൊരു കാര്യം പറയുവാണ്. ഒരാളെ മരിച്ച് എടുത്തുകൊണ്ട് വരുവാണ്. യേശു കൈ നീട്ടി ആ ശവമഞ്ചത്തിന്മേൽ തൊട്ടു. യേശു യുവാവെ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റിരുന്ന് സംസാരിച്ചു, അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ആരുമായുള്ള കണ്ടുമുട്ടലാണ് ഇവിടെ ഒരു അത്ഭുതത്തിന് തുടക്കമിട്ടത്. മനസ്സ് തകർന്ന് ഇനി ഒരു രക്ഷയില്ല, ഇനി ഒരു തരത്തിലുള്ള ഒരു പോസിറ്റീവായൊരു ചിന്തയ്ക്കും സാധ്യതയില്ലാത്തൊരു കാര്യമാണ്. മരിച്ചുപോയ ആളെ അടക്കാൻ കൊണ്ടുപോവാണ്. പക്ഷേ ആ വഴിയിൽ വെച്ചുള്ള യേശുവുമായുള്ള കണ്ടുമുട്ടൽ, ആ പരസ്പരമുള്ള കണ്ടുമുട്ടൽ, അതൊരു വലിയ അത്ഭുതത്തിന് തുടക്കമായി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവവചനം കേൾക്കുമ്പോൾ ജീവിതത്തിൽ ദൈവവുമായൊരു കണ്ടുമുട്ടുന്ന സമയമാണ്, ഒരു കണ്ടുമുട്ടലാണ്. അവിടെ ഓർക്കണം, ജീവൻ നഷ്ടപ്പെട്ടതായിരുന്നു. ആ നഷ്ടപ്പെട്ട ജീവനാണ് തിരിച്ചു വന്നത്. നമ്മളെവിടെ പലരെയും കണ്ടുമുട്ടാറുണ്ട്. അതിനേക്കാളൊക്കെ വലുതാണ് ദൈവത്തെ കണ്ടുമുട്ടുക, ദൈവം കൈനീട്ടി തൊടുക. ഇന്ന് ഞാനും നിങ്ങളും നമ്മൾ ഒരുമിച്ച് ദൈവത്തെ ദൈവവചനത്തിലൂടെ കണ്ടുമുട്ടുകയാണ്. നഷ്ടപ്പെട്ടത്, ഇനി ഒരിക്കലും തിരിച്ചു വരികയില്ല എന്ന് ചിന്തിച്ചത് തിരിച്ചു വന്നു. മരിച്ചുപോയാൽ എഴുന്നേറ്റു എന്നാണ്, അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ഇന്ന് പ്രാർത്ഥിക്കുക. ഞാനും ദൈവവുമായിട്ടുള്ള കണ്ടുമുട്ടാൻ ദൈവം ഒരുക്കുന്ന ഒത്തിരി സമയങ്ങളുണ്ട്. എന്നോടൊരാൾ പറഞ്ഞു, 2 വർഷത്തോളം ഡെയിലി ബ്ലെസ്സിങ്ങും പ്രാർത്ഥനയൊക്കെ എനിക്ക് അയച്ചു തരും. ഞാനിതൊരിക്കലും ഓപ്പണാക്കില്ലായിരുന്നു, തുറക്കില്ല. എനിക്ക് തുറക്കാൻ ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ ഒരു പ്രതിസന്ധിയിലായി, ഞങ്ങളുടെ കുടുംബം വലിയൊരു നഷ്ടത്തിലായപ്പം ഞാൻ അന്ന് തുറന്ന്, അന്ന് ഞാൻ കണ്ണുനീരോടെയാണ് ആ വചനം കേട്ടത്. എന്നോട് പറയുന്നത് പോലെ ആ ദൈവവചനത്തിലൂടെ അന്ന് ദൈവത്തെ കണ്ടുമുട്ടിയത് കൊണ്ടാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നതെന്ന്. ഈ വിധവയും ഈ കുഞ്ഞും ആ നാട്ടുകാരും ഒരു സാക്ഷ്യം പറയുവാണെങ്കിൽ എന്നാ പറയും? അവർ പറയും, ഞങ്ങൾക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു, ഞങ്ങളുടെ ജീവിതം ഇനി ഒരിക്കലും കൊച്ചിൻ്റെ ജീവൻ തിരിച്ചു വരുമെന്നോ ഉയർത്തെഴുന്നേൽക്കുമെന്നോ വിചാരിച്ചിരുന്നില്ല. പക്ഷേ ആ കണ്ടുമുട്ടലാണ്, ആ കൈനീട്ടി തൊട്ടതാണ്, ആ പ്രാർത്ഥിച്ചതാണ് ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ജീവൻ തിരിച്ചു വന്നതെന്ന് പറയും. ഇവിടെ ഇരിക്കുന്ന കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടത്? പല നല്ല ബന്ധങ്ങൾ, പല നല്ല കൂട്ടുകെട്ടുകൾ, നല്ല ജീവിതം, നല്ല ഭാവി, ആരോഗ്യം. നഷ്ടപ്പെട്ടത് ദൈവവുമായുള്ള കണ്ടുമുട്ടലിൽ തിരിച്ചു വരുമെന്ന് വിശ്വസിക്കുന്നു. ഇത് ദൈവവചനവുമായുള്ള ഒരു കണ്ടുമുട്ടലാണ്. ഹൃദയം നുറുങ്ങിയവർക്ക് ദൈവം സമീപസ്ഥനാണ്. പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, അങ്ങ് കൈ നീട്ടി ആ ശവമഞ്ചത്തിൽ തൊട്ടതുപോലെ അതേ കരം ഇന്ന് എൻ്റെ ജീവിതത്തെ തൊടാനിടയാകണമേ. ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ആ കരം ഉയർന്നു വരാനിടയാകണം. എന്നെ കൈ നീട്ടി തൊടണമേ. ഈ ആലയുണ്ടല്ലോ,
അനേകരെ ദൈവം കൈനീട്ടി തൊട്ട സ്ഥലമാണ്. അനേകം വ്യക്തികളെ ഇവിടെ കൽക്കുരിശിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിച്ചതും നിയോഗത്തോടെ പ്രാർത്ഥിച്ച ഓരോ പ്രാർത്ഥനയും സാക്ഷ്യം കേൾക്കുമ്പോൾ മനസ്സിലാവും യേശു കൈ നീട്ടി തൊട്ടതാണ് ഈ സാക്ഷ്യത്തിൻ്റെ കാരണമെന്ന്. യേശു കൈ നീട്ടി വഴിതെറ്റിപ്പോയ ആ വ്യക്തിയെ കൈ നീട്ടി തൊടണമേ. തകർന്ന ആ വ്യക്തിയെ കൈ നീട്ടി തൊടണമേ. ചിന്ന ഭിന്നമാകുന്ന ആ കുടുംബ ജീവിതത്തെ കൈ നീട്ടി തൊടണമേ. ആ വാശിയോടെ മത്സരബുദ്ധിയോടെ ഇരിക്കുന്ന മനസ്സിനെ കൈ നീട്ടി തൊടണമേ. പ്രിയപ്പെട്ടവരോട് പോലും കള്ളത്തരങ്ങൾ മാത്രം പറയുന്ന, നുണ പറയുന്ന ആ വ്യക്തിയെ കൈ നീട്ടി തൊടണമേ. മക്കളാണ്, പക്ഷെ ഒരു സ്നേഹമില്ലാത്ത പോലെ, ആത്മാർത്ഥതയില്ലാത്ത പോലെ, ഇവരെന്താ ഇങ്ങനെ എന്ന് ചിന്തിക്കുന്ന കൈ നീട്ടി തൊടണമേ. നഷ്ടപ്പെട്ടത് തിരിച്ചു വരും. നഷ്ടപ്പെട്ടത് അനുഗ്രഹമായി ദൈവം തിരിച്ച് ഏൽപ്പിച്ചു തരും. അതാ ഡെയിലി ബ്ലെസ്സിങ്. അനുഗ്രഹം ഏൽപ്പിച്ചു തരുന്ന സമയമാണ്. ഈശോയുടെ നല്ല ആശീർവാദം സ്വീകരിക്കാമെന്ന് വ്യാഴാഴ്ചയാണ്. വൈകുന്നേരം 6:15 വിശുദ്ധ യൂദാശ്ലീഹായുടെ മാധ്യസ്ഥതയിൽ നൊവേന ചൊല്ലിയുള്ള പ്രാർത്ഥനയുണ്ട്. സാധ്യമായ എല്ലാവരും പങ്കെടുക്കുക, പ്രാർത്ഥിക്കുക. അനുഗ്രഹമാണ്. ഒത്തിരി പേരുടെ ജീവിതത്തിൽ ദൈവം ഇടപെടാൻ അത് കാരണമായിട്ടുണ്ട്. നാളെ ആദ്യ വെള്ളിയാഴ്ചയാണ്. ഒത്തിരി അനുഗ്രഹത്തിൻ്റെ ദിവസമാണ്. ഇന്നും പ്രാർത്ഥനയുള്ള ദിവസമാണ്. ഒത്തിരി ദൈവാനുഗ്രഹത്തിന് കാരണമാകും. നിങ്ങളും പ്രാർത്ഥിക്കുമല്ലോ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ ദൈവ സാന്നിധ്യം നിറയട്ടെ. രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ ദുർമരണത്തിൽ നിന്നും കാത്തുകൊള്ളണമേ. ദീർഘായുസ്സും ആരോഗ്യവും തരണമേ. കൈ നീട്ടി തൊടണമേ. കൈ നീട്ടി ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്നവരെ തൊടണമേ. ഈ വചനം ഏറ്റെടുക്കുന്നവരെ തൊടണമേ. ഈ വചനം അയച്ചു കൊടുത്തവരെ, പങ്കുവയ്ക്കുന്നവരെ, ഈ വചനം എഴുതി വച്ചവരെ, ഈ വചനം സ്വാധീനിച്ച എല്ലാ വ്യക്തികളെയും തൊടണമേ. കൈ നീട്ടി തൊടണമേ. ദൈവം തൊട്ടതിൻ്റെ അത്ഭുത അടയാളങ്ങൾ ഉണ്ടാകട്ടെ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണങ്ങൾ, ചതിയിൽ നിന്നും, വഞ്ചനയിൽ, നിരാശയിൽ നിന്നും, കുറ്റബോധത്തിൽ നിന്നെല്ലാം ഞങ്ങളെ സംരക്ഷിക്കണമേ. പല പ്രതിസന്ധികളിലും ഞങ്ങളെന്ന വ്യക്തി, ഞങ്ങളെന്ന കുടുംബം തകർന്നു പോകാതെ കാത്തുകൊള്ളണമേ. പല പ്രതിസന്ധികളിലും ആടി ഉലയുമ്പോൾ ഞങ്ങളുടെ ജീവിതം, ഞങ്ങളുടെ ശുശ്രൂഷകൾ, ഞങ്ങളുടേതായതൊന്നും തകർന്ന് തരിപ്പണമായി പോകാതെ അങ്ങ് സംരക്ഷിക്കണമേ. ആടി ഉലയുന്ന, ഉറക്കം നഷ്ടപ്പെടുന്ന, തകർന്നു പോയ ഒത്തിരി സാഹചര്യങ്ങൾ മുമ്പിലുണ്ട്. അവിടെയെല്ലാം ഒന്ന് പിടിച്ചു നിൽക്കാൻ അങ്ങയുടെ കരം ഞങ്ങളെ കൈ നീട്ടിപ്പിടിക്കണമേ. ആ കരം ഞങ്ങളെ ബലപ്പെടുത്തട്ടെ. സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെടട്ടെ. ദുർമരണങ്ങൾ, ആപത്തനത് മാറിപ്പോകട്ടെ. സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ. ഇന്ന് ജീവിതത്തിൽ എല്ലാ കാര്യം ദൈവത്തിൻ്റെ ശക്തിയോടെ ചെയ്യാൻ കഴിവ് ലഭിക്കട്ടെ. ദൈവത്തിൻ്റെ ശക്തി ലഭിക്കട്ടെ. ഒരു മന്ത്രവാദ കൂടോത്ര ക്ഷുദ്രപ്രയോഗത്തിൻ്റെ ദുഷ്ടശക്തികൾ തൊടുക പോലും ചെയ്യാത്ത വിധം നമ്മളെ ദൈവിക സംരക്ഷണത്തിൽ ഉറപ്പിക്കട്ടെ. 91-ാം സങ്കീർത്തനം മുഴുവൻ അനുഗ്രഹവും നിങ്ങൾക്കുണ്ടാകട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സാധ്യമായ എല്ലാവരും ഈ വചനം അയച്ചു കൊടുക്കുക, കേൾക്കുക. നാളെയും ഒരുമിച്ച് കാണുന്നതുവരെ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഉള്ളം കയ്യിൽ എന്ന പോലെ എന്നെയും നിങ്ങളെയും അത്ഭുതകരമായി സൂക്ഷിക്കട്ടെ. ആമേൻ.